ഇന്ന് 23-ാം തീയതിയായി. ഇനി 7 ദിവസം കൂടിയാണ് നമ്മളുടെ സെൻസസ് 2027 ഭാഗമായിട്ടുള്ള സെൽഫ് എന്യൂമറേഷൻ നടത്താനുള്ളത്. നമ്മൾ ഓരോരുത്തരും സെൻസസ് 2027 ഭാഗമായി മാറേണ്ടതുണ്ട്. എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ നടത്താവുന്നതാണ്. നമ്മുടെ ഒരു ഹൗസ് ഹോൾഡിൽ, ഒരു കുടുംബത്തിൽ ഒരാൾ ചെയ്താൽ മതിയാവും. അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ആദ്യം ശ്രദ്ധിക്കേണ്ട ചില 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അതിൽ തിരഞ്ഞെടുക്കേണ്ട സ്റ്റേറ്റ്, തിരഞ്ഞെടുക്കേണ്ട ലാംഗ്വേജ് വളരെയധികം ശ്രദ്ധിക്കുക. അത് പരമാവധി മലയാളം, നമ്മളുടെ മദർ ടങ് മലയാളം ആയതുകൊണ്ട് അത് തന്നെ എടുക്കുക. പിന്നെ വരുന്നത്, ആദ്യത്തിൽ ഒരു മാപ്പ് സെറ്റ് ചെയ്യണം. നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ വീട്, അത് നമ്മൾ ഈ മൊബൈൽ വഴിയാണ് ചെയ്യുന്നതെങ്കിൽ 2 കൈയൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഏകദേശം നമ്മുടെ വീടിൻ്റെ ആ പൊസിഷനിൻ്റെ മുകളിൽ ആ റെഡ് ആരോ അതിന് ഏകദേശം ആക്യുറേറ്റ് ആയിട്ട് ആ പോയിന്റ് തന്നെ ആവണമെന്നില്ല. പക്ഷെ നമ്മളതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ട് പോകുള്ളൂ. അപ്പം നേരെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ പ്ലേസ് അടിച്ചു കഴിഞ്ഞാൽ, സ്ഥലം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ മുകളിൽ ആ റെഡ് ആരോ വന്ന് നിൽക്കുന്നുണ്ടാവാം, ആ GPS സിമ്പിൾ വന്ന് നിൽക്കുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വെക്കുക. അല്ലെങ്കിൽ അത് കറക്റ്റാണെന്ന് കരുതിയിട്ട് ഇനാക്റ്റീവ് ആവും, മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട് വീണ്ടും അത് പൊസിഷനിലേക്ക്, അത് കറക്റ്റ് പൊസിഷൻ തന്നെ ആവണമെന്നില്ല. എന്നാൽ മുന്നോട്ട് പോകുമ്പോൾ പലവരും ഇതിന് മുന്നേ നമ്മൾ ഈ സെൽഫ് എന്യൂമറേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോയിൽ ആശയങ്ങൾ പങ്കുവച്ചിരുന്നു. അതിൽ പലവരും ചോദിച്ചിട്ടുണ്ട്, ഇതിൽ കെട്ടിടം, ഞങ്ങൾക്ക് വീടിന് നമ്പർ കിട്ടിയിട്ടില്ല, എന്ത് ചെയ്യണം? ഇതിൽ വീട്ടു നമ്പർ ചോദിക്കുന്നില്ല. കെട്ടിട നമ്പറും അതുപോലെ സെൻസസ് നമ്പറും ഒക്കെ അവിടെ നമ്മുടെ വീടുകളിൽ എന്യൂമറേറ്റേഴ്സ് വരുമ്പോൾ അവരത് ആക്ച്വലായിട്ട് ചെയ്യുമ്പോൾ അതിലൂടെയാണ് അത് വരിക. ഇവിടെ നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ, പിന്നെ വീടിൻ്റെ പ്രകൃതം, വീടിൻ്റെ തറ, അവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഈ തറ എന്ന് പറയുന്നതിൽ ചാന്ത്, സിമെന്റ്, മൊസൈക്ക്, ടൈൽസ് അങ്ങനെ കൊടുക്കും. മാർബിൾ അവിടെ കാണില്ല. അവിടെ കാണുന്നത് കല്ല് എന്നായിരിക്കും. കല്ല് എന്നുള്ളതാണ് ഈ ഗ്രാനൈറ്റ്, മാർബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓപ്ഷൻ അവിടെ കാണുന്നില്ലല്ലോ. അങ്ങനെ ആശങ്ക വേണ്ട. പിന്നെ അതുപോലെ ഭിത്തിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അത് ഭിത്തി ചുണ്ണാമ്പോ അല്ലെങ്കിൽ സിമെന്റോ ഒക്കെ പ്ലാസ്റ്റർ ചെയ്തത്, ഒട്ടുപക്ഷവും നമ്മൾ തേച്ച ഭിത്തിയാണെങ്കിൽ, കല്ലൊക്കെ വെച്ച് ഇഷ്ടികൊക്കെ വെച്ചിട്ട് തേച്ച ഭിത്തിയാണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഒക്കെ ഓപ്ഷൻസ് ഉണ്ടാവും, നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീടുകളിൽ എന്യൂമറേറ്റേഴ്സ് വരുമ്പോൾ അവർക്കത് കറക്റ്റ് ചെയ്യാൻ നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ വീട്ട് അംഗങ്ങളെ കുറിച്ച്, അംഗങ്ങളുടെ ഡീറ്റെയിൽസോ അങ്ങനെയൊന്നും ഇതിൽ കൊടുക്കുന്നില്ല. നമ്മുടെ വീട്ടിൽ ജൂലൈ 1 മുതൽ 30 വരെയുള്ള കൂടുതൽ ദിവസങ്ങളിൽ നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങളുടെ എണ്ണമാണ് അവിടെ കൊടുക്കേണ്ടത്. പിന്നെ അതുപോലെ വരുന്നത് കൂടുതലും ടോയ്ലറ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. പിന്നെ വീട്ടിലെ റൂമുകളെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ റൂമുകളുടെ എണ്ണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കിച്ചൺ, അതുപോലെ സ്റ്റോർ റൂം, ടോയ്ലറ്റ്, ഇതൊന്നും റൂമിൽ ഉൾപ്പെടുത്തരുത്. നമ്മൾ കിടക്കുന്നതും അതുപോലെ പറയുന്ന ഡൈനിങ്, സിറ്റിംഗ്, ഓഫീസ് റൂം അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് റൂമുകളുടെ എണ്ണമായിട്ട് കൊടുക്കേണ്ടതുള്ളൂ. മറ്റുള്ളത് അത് ഒഴിവാക്കേണ്ടതുണ്ട്. പിന്നെ പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ ചില വീടുകളിൽ വിറക് ഉപയോഗിക്കുന്നുണ്ടാവും, ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ടാവും, ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒന്നും അവിടെ ഇല്ല. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏതാണോ അതാണ് അവിടെ കൊടുക്കേണ്ടത്. അത് നിങ്ങളുടെ LPG ആണെങ്കിൽ LPG, CNG ആണെങ്കിൽ CNG, കെറസിൻ ആണെങ്കിൽ അങ്ങനെ, വിറകാണെങ്കിൽ അങ്ങനെയാണ്. പിന്നെ നമ്മുടെ കുടിവെള്ള സ്രോതസ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. കിണറാണെങ്കിൽ പരിസരത്ത് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. നമ്മുടെ വീട്ടിലെ കിണർ നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ഓരോ ക്വസ്റ്റ്യനും അവിടെ ഓപ്ഷൻസ് ഉണ്ട്. അത് ടിക്ക് ചെയ്ത് പോകേണ്ടതേ ഉള്ളൂ. വേറെ ഒരുപാട് കൺഫ്യൂഷൻ വരുന്ന മറ്റൊന്നുമില്ല അതിൽ. നമ്പറുകൾ, അതിൽ വീട്ടു നമ്പർ, നമ്മുടെ വീടിന് നമ്പർ കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വാടക വീട്ടിലാണ്, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും ഈ സെൽഫ് എന്യൂമറേഷൻ നടത്താം. അതായത് ഈ സെൻസസ് 2027 ഭാഗമായിട്ട് പറയുന്നത് 4 ചുമരും ഒരു മേൽക്കൂരയുള്ളതൊക്കെ കെട്ടിടമാണ്. അതിൻ്റെ എല്ലാ കണക്കെടുക്കും. നമ്മുടെ വീട്ടിൽ തന്നെ ഔട്ട് ഹൗസ് ഉണ്ടെങ്കിൽ അതിൻ്റെ കണക്കെടുക്കും. നമ്മുടെ വീടിൻ്റെ മുകളിൽ വേറൊരു ടീം അവിടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട്, അവർക്ക് പൊതുവായിട്ടുള്ള ഒരു എൻട്രൻസ് ഉണ്ടെങ്കിൽ, വീടിൻ്റെ പുറത്തു കൂടെ ഒരു കോണിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയും അതൊക്കെ പ്രത്യേക രീതിയിൽ കണക്കെടുത്ത് പോകും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്ന sc.census.gov.in എന്ന് പറയുന്ന സൈറ്റിൽ കയറുകയും നമ്മുടേതാവുന്ന ഡീറ്റെയിൽസ് എല്ലാം അതിൽ ചോദിക്കുന്നു. അതിൻ്റെ തുടക്കത്തിൽ ഈ മാപ്പ് സെറ്റ് ചെയ്യുന്നതും അതുപോലെ ലാംഗ്വേജ് തിരഞ്ഞെടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നമുക്ക് അവിടെ ഇങ്ങനെ ടിക്ക് ചെയ്ത് അവസാനം മൊബൈൽ നമ്പറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ മൊബൈലിലേക്കും ഇമെയിൽ ID കൊടുക്കുന്നുണ്ടെങ്കിൽ ഇമെയിലിലേക്കും ഈ സെൽഫ് എന്യൂമറേഷൻ നടത്തിയതിൻ്റെ ഒരു കൺഫർമേഷൻ, ഒരു SCID കിട്ടും. ഏകദേശം H തുടങ്ങി ഒരു 10-11 ഒക്കെ നമ്പറുള്ളത്. അപ്പോൾ നമ്മുടെ വീട്ടിലെ എന്യൂമറേറ്റേഴ്സ് വരുമ്പോൾ അവർക്ക് ആ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി സൗകര്യമാവും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഏതായിരുന്നാലും സെൽഫ് എന്യൂമറേഷൻ നടത്താത്തവർ സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. ഒരു കുടുംബത്തിന് വേണ്ടി ഒരാൾ ചെയ്താൽ മതി. അത് ഗൾഫിലുള്ളവർ അവിടെ ഇരുന്ന് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ നാട്ടിലുള്ള അംഗങ്ങളെ ഉൾപ്പെടുത്തിയിട്ട് അംഗങ്ങളുടെ എണ്ണം മാത്രമേ അവിടെ ചോദിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഗൃഹനാഥനായിട്ട് ആരെ വേണമെങ്കിലും കൊടുക്കാം. ഗൃഹനാഥനായിട്ട് ഒരു ചെറിയ കുട്ടിയെ വേണമെങ്കിലും അവിടെ കൊടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ സെൻസസ് 2027 ഭാഗമായിട്ടുള്ള ഡാറ്റ കളക്ഷനിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ ഏതായിരുന്നാലും നിങ്ങളുടെ വീട്ടിന് വേണ്ടി ഒരാൾ
ആ കുടുംബത്തിന് വേണ്ടി ഒരു സെൽഫ് എന്യൂമറേഷൻ നടത്താം. നമ്മളും സെൻസസ് 2027 ഭാഗമായി മാറുന്നു എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡിജിറ്റൽ, സമ്പൂർണ്ണമായിട്ടുള്ള ഒരു ഡിജിറ്റൽ സെൻസസ് ആണ് ഇവിടെ നടക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നടക്കുകയാണ് സെൻസസ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ സെൻസസ് 17 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സെൻസസ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീടുകളുടെയും എണ്ണം, അതുപോലെ അംഗങ്ങളുടെ കെട്ടിടങ്ങളുടെ ഒക്കെ എടുക്കുകയാണ്. പിന്നെ ഫെബ്രുവരി 9 മുതൽ ഫെബ്രുവരി 28 വരെ രണ്ടാം ഘട്ടം നടക്കുന്നു. മാർച്ച് 1 തീയതി 00 ടൈമിലാണ് നമ്മുടെ സെൻസസ്, നമ്മുടെ പട്ടിക അല്ലെങ്കിൽ നമ്മുടെ കണക്ക് പുറത്തു വിടുന്നത്. അപ്പോൾ ഏതായിരുന്നാലും ഇക്കാലയളവിൽ ജീവിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു വലിയ ഒരു അവസരമാണ്. നമ്മളുടെ ഡാറ്റ നമുക്ക് തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു അവസരം. അതാണ് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്. അത് ഉപയോഗപ്പെടുത്തുക. ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, ഇത് മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യാൻ കൂടി തയ്യാറാവുക. എല്ലാവരും, നമ്മുടെ രാജ്യത്തിലെ എല്ലാ ആളുകളും സെൽഫ് എന്യൂമറേഷന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ സെൻസസ് 2027 എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കൂടി സാധിക്കും. ഓക്കെ, ബൈ.